ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സമയം 5 മണി ആയിട്ടുള്ളൂ. ഇന്ന് ചേച്ചിക്ക് എക്സാം ആണ്, അപ്പൊ കൊണ്ടുവിടാൻ പോണം. എല്ലാരും ചിരിക്കുകയാണ് രാവിലെ തന്നെ. ഹെൽമെറ്റ് എടുക്കുക. ഇവിടെ ഇട്ടാണ് അവിടെ അമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെന്തായാലും ഇറങ്ങിയിട്ട് പോണം. മാങ്കരയിലാണ് എക്സാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. മാങ്കരയിൽ ഇവിടെ 1 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ ബൈ ഗായ്സ്. അപ്പം നമ്മളിതാ കോളേജ് എത്താറായി. ഇനി ഒരു 2 മിനിറ്റ് ഒന്നും ഇല്ലേ, 100 മീറ്റർ ഉള്ളൂ. അപ്പോൾ ആ കോട്ടൺ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരികയാണ്. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, മഞ്ഞ് പൊടി ഉണ്ടായിരുന്നു. ഞാൻ ഞങ്ങൾ പോണ വഴി കാണിച്ചു തരാം. നേരെ പോയാ അല്ലേ ആപ്പ് നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. രാജാവാണി ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിക്കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പോൾ വണ്ടി നിർത്തട്ടെ. ഗായ്സ്, അപ്പം നമ്മളിതാ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയിട്ടുണ്ട്. ഐ ലവ് റിസ്റ്റ, RIST, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ പിന്നെ ഇവിടെ എത്തിയിട്ട് ഇനി എവിടേക്കാണ് പോണത്? ഇനി എന്തോ അവിടെ പോയി എന്തോ റിപ്പോർട്ട് ചെയ്യണം 6:30. അപ്പം അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്താ ഗൈസ് എങ്ങനെയുണ്ടെന്ന് പറയൂട്ടാ ഗായ്സ്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കുണ്ട്. ആൾക്കാരൊന്നും പറ്റിയായിരിക്കും, ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. വലിയ തിരക്കൊന്നും ഇല്ല ഗൈസ്, കുറച്ച് പേരേ ഉള്ളൂ തോന്നുന്നു. എന്തിന്റെ എക്സാം ആണെന്ന് വെച്ചാൽ എയിംസിന്റെ പ്രിലിംസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ കാണാം. ഗായ്സ്, അപ്പോൾ ചേച്ചിനെ എക്സാം ഹാളിലാക്കിയിട്ട് ഞാൻ ഒന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു. കാരണം അങ്ങനെ കാലത്ത് നേരത്തെ ഇറങ്ങിയതാണ്, 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ കയറിയിട്ടുള്ളൂ എക്സാമിന്. ഇനി 10:30 വരെ എക്സാം ഉണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി 8:30 തൊട്ട് 10:30 വരെയാണ് എക്സാം. അപ്പോൾ ഞാൻ എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ നടന്നിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോളേജ്. എവിടെ കോളേജ്? ഇതാണ് കോളേജ്. നമുക്കിങ്ങനെ പോവാം. എന്തായാലും പോയി കഴിച്ചിട്ടൊക്കെ വരാം. ഇപ്പം എന്തായാലും ഇവിടുത്തെ ഗേറ്റ് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ട് വരുമ്പോഴേക്കും അടയ്ക്കുമോയെന്ന് അറിയില്ല. അടച്ചാൽ പുറത്ത് നിൽക്കേണ്ടി വരുമോയെന്ന് അറിയില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ട് പോവാം. ഗായ്സ്, പണിപാളി ഗായ്സ്. ഇവിടെ കഴിക്കാൻ വേണ്ടിട്ട് വന്നാൽ ഫ്രണ്ടിലത്തെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. അതൊക്കെ അടച്ചിരിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യുന്നറിയില്ല. ഞാൻ വണ്ടിയും എടുത്തിട്ടില്ല, നടന്നിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് അപ്പുറത്തെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നോക്കാം. ഇവിടെ എന്തായാലും ഇത് തുറന്നിട്ടില്ല. തുറക്കാൻ കാരണം സമയം ഇപ്പോൾ 7 മണി എന്തോ ആയിട്ടുള്ളൂ. ഗായ്സ്, ഫൈനലി അങ്ങനെ നമ്മൾ നടന്നു വന്നിട്ടൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, കാണിച്ച് നോക്കാം. തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, നോക്കി നോക്കാം. ഹോട്ടൽ ഗായ്സ്, നോക്കുമ്പോൾ ആ ഹോട്ടൽ തുറന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു കടയുണ്ടായിരുന്നു. അവിടെ ചോദിക്കുമ്പോൾ ചായയും കടിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് നമ്മുടെ വിശപ്പതി നിൽക്കില്ല. അവങ്ങനെ പോവാം. ഇനി അടുത്ത എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ഹോട്ടൽ ഉണ്ടോ നോക്കാം. സമയമുണ്ട് നമുക്ക്, അതുകൊണ്ട് വയ്യ നടന്ന് പോവാം. എന്തായാലും ഇപ്പം സമയം വന്നിട്ട് എത്ര 7:30 ആയിട്ടുള്ളൂ. 10:30 വരെ ഇരിക്കണം. ഇനി 3 മണിക്കൂറുണ്ട്. ഒരു സിനിമയ്ക്ക് പോകേണ്ട സമയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. കാരണം നടന്ന് മതിയായി. കാരണം വണ്ടി എടുത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പുറത്ത് ഞാനൊരു തട്ടുകട കണ്ടു ഗൈസ്. കണ്ടോ, അതിലപ്പോൾ കുറച്ച് തിരക്ക്. അപ്പോൾ ആ തിരക്ക് മാറിയിട്ട് നമുക്ക് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് സമയമുണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ വന്നു. അടുത്തുള്ള തട്ടുകടയിൽ കയറി. പൊറോട്ടയും ഡബിൾ ഓംലേറ്റുമാണ് ഗൈസ് കഴിക്കുന്നത്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. പിന്നെ ദോശയാണുള്ളത്. ദോശ ഞാൻ കഴിക്കാറില്ല. കഴിക്കും, വല്ലപ്പോഴും കഴിക്കുള്ളൂ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. രാവിലെ തന്നെ പൊറോട്ടയാണ് കഴിച്ചത്. അവിടെ പിന്നെ ദോശയാണ് ഉള്ളത്. ദോശേൻ്റെ കൂടെ ആ ചട്ടണിയൊന്നും എനിക്കിഷ്ടമല്ല.
എനിക്ക് വേറെ എന്തെങ്കിലും കറികളുണ്ടെങ്കിലേ ഇഷ്ടമുള്ളൂ. അപ്പോൾ പൊറോട്ട കഴിച്ചു. പിന്നെ എന്നിട്ട് വീണ്ടും കോളേജിലേക്ക് തന്നെ പോവാം. ഇനി സമയമുണ്ട്, സമയം പോകണില്ല ഗൈസ്. 8 മണി എന്തോരം ആയിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെയും കോളേജിലോട്ട് പോയിട്ട് ബാക്കി അവിടെ പോയിരിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് കോളേജ് എത്തി. ഇനി 10:30 വരെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക പോസ്റ്റായിട്ട്. അത് നടക്കുള്ളൂ. 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഇനി ഇരിക്കാനാണ് പ്ലാന്. നല്ല ഉറക്കവും വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് പോസ്റ്റാണ് ഗൈസ്. ഇരുന്നിരുന്ന് മതിയായി. ഫുള്ള് പോസ്റ്റ് പരിപാടി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും ഇരിക്കണേ ഗൈസ്. അപ്പോൾ ശില്പ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? തകർത്താ? നല്ല കാര്യം. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ തകർക്കോ നോക്കാം ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം 12 മണിയായി. ശില്പ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കോഫി ഹൗസിക്കില്ലേ. ഇന്ത്യൻ കോഫി ഹൗസിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കഴിക്കണം. എന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിലേക്കും കൂടെ പോകണം. ഓക്കെ. അപ്പോൾ നമ്മൾ കളിക്കാനെത്തി. വെള്ളം എത്തി. ആദ്യം തന്നെ ഫ്രൈഡ് റൈസ് ഇല്ലാന്നാ പറയുന്നത്. എന്തായാലും എനിക്കപ്പോൾ വലുതായിട്ട് ഫുഡൊന്നും വേണ്ട, ഞാൻ കഴിച്ചല്ലോ. ഇപ്പോൾ സമയം 12 ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കട്ടെ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഒരു ചായ കുടിക്കാനാണ് ഗൈസ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നോക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാ നോക്കാം. ഓക്കെ. ഇവിടെ എക്സാമിന് പോകുമ്പോൾ കമ്മിൻ്റെ കഴിച്ച് പോയിട്ട് ഇവിടെ പക്ഷേ ഓർഡർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. പൊറോട്ട ഇപ്പോൾ ഉള്ളതിൽ വേറെ ഒന്നും ഇല്ല. ചോദിക്കുന്നൊന്നും ഇവിടെ ഇല്ല. ഞാൻ രാവിലെ പൊറോട്ട, ഇതും രാവിലെ പൊറോട്ട. സെയിം ഇനി എൻ്റെ ചായ വരാനുണ്ട്. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ കിട്ടി. ഞാൻ ഒരു ചായയും ഒരു ഓംലേറ്റും പറഞ്ഞു. ശില്പ ഇതാ നല്ല പൊറോട്ടയും മുട്ടക്കറിയും തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓംലേറ്റ് കഴിച്ചതിനിറങ്ങി. ഇനി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇനി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജസ്റ്റ് എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനെ വീട്ടിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗായ്സ്. അങ്ങനെ ഞങ്ങളിപ്പോൾ സ്മാർട്ട് ബസാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറിയിട്ട് ജസ്റ്റ് എന്താ നോക്കിയിട്ട് പോവാം. എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയാൽ വാങ്ങിച്ചിട്ട് പോവാം. എൻട്രൻസ് തന്നെ ഇതല്ലേ. ഓക്കെ. സബ്ജക്ട് നമ്മൾ കയ്യിലൊതുങ്ങിയ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു വണ്ടി ഇതാ. അയ്യോ കാണില്ലല്ലേ. പിന്നെ ആദ്യം തന്നെ 2 ഫോഗ് പെർഫ്യൂമും എടുത്തു. ഞങ്ങൾ ഇനിയും ഈ സെക്ഷനിൽ നിന്ന് പോയിട്ടില്ല. ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാളിലൊക്കെ വന്നാലും കൂടുതലും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിക്കുള്ളൂ ബാക്കി സാധനങ്ങളിനേക്കാളും. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. ഗുലാബ് ജാം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, കാരണം ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ടു. വണ്ടി കൊണ്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. ബ്ലോക്ക് തൈലം എനിക്കെന്തിനാണ്? ഫുള്ള് വിക്സും കാര്യങ്ങളും. എനിക്ക് ഏറ്റവും വേദന പുതിയ വിക്സ് വന്നിട്ടുണ്ട്. ഇതെന്തിനാ നമുക്ക്? ഗായ്സ് ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി നമ്മളെ വീഡിയോ എടുത്തു. അവൻ്റെ ബിങ്കോൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ. ഓക്കെ എന്നും പറഞ്ഞിട്ട് നമ്മൾ നിന്ന് കൊടുത്തിട്ട് 2-3 ബിങ്കോയും വാങ്ങിച്ചിട്ടുണ്ട്. ബായ്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മേളിലോട്ട് പോവാണ് ഗായ്സ്. മേളില് ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അവിടേക്ക് പോയി നോക്കട്ടെ. നോക്കൂ, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. കറണ്ട് പോയാൽ അത് ആക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ മൊത്തം ടോയ് സെക്ഷനാണ്, നമുക്ക് പറ്റിയതല്ല. ഇതോ ഡോൾസ്. നമ്മൾ ഡോൾസിൻ്റെ സെക്ഷൻ എത്തി. ഡോൾസിനൊക്കെ എന്താ റേറ്റ് എന്താ നോക്കൂ. ഈ ഒരു സാധനം എനിക്ക് 600 രൂപയാണ്. ഇത് കുറയ്ക്കുമെങ്കിൽ കുഴപ്പമില്ല. 600 രൂപ കൊടുക്കുന്നതിന് ലാഭമുണ്ട്. മൊത്തം നമ്മളാൾക്ക് എത്രയാണ്? താ നിന്റെ ഫ്രണ്ട് തൂങ്ങണു. ശില്പേ, ശില്പ
യുവർ ഫ്രണ്ട് ഈസ് തൂങ്ങൽ ഹിയർ. ഇത് 50% ഓഫറാണ്, പക്ഷെ ഇതിന് 1000 ആയിരിക്കും റേറ്റ്. 600. 600. ആ അപ്പോൾ 300 രൂപയ്ക്ക് കിട്ടും. ഹായ്, നല്ലൊരു ഹസ്കി നിൽക്കണം ഗൈസ്. നമ്മളൊരു ഹസ്കിനെ വാങ്ങിച്ചു. ഇതാ അതൊരു ഹസ്കി കുട്ടി. ഇതിലൂടെ ഒരു ആനയുണ്ട്. ഇതാ എന്താ സാധനം, ആന. ഗൈസ് അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി, ഇവിടെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. നല്ലോണം ഉറക്കം വേണ്ടി ഗൈസ്, രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ട്. അപ്പം നേരെ വീട്ടിൽ പോയിട്ട് ഇനി കിടന്നുറങ്ങണം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി. ഇപ്പോഴാണ് എണീച്ചത്. സമയം 6:30 ഇനിയിപ്പോൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.